എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ട്രക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് ലാൻസൂട്ടിലാണ്. ലാൻസൂട്ടിൽ നിന്നും അഡൽകോഫൻ എന്ന് പറയുന്ന ചെറിയൊരു മുനിസിപ്പാലിറ്റിയിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വൺസ് അഗെയിൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലാൻസൂട്ടിൽ തന്നെയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ അഗസ്റ്റൈനർ ബിയർ ഗാർഡൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു കൃഷിയുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ ഇത് ലൈക്ക് പൂന്തോട്ടമാണ്. ഇവിടെ ഇതിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പറിച്ചെടുക്കാം. ഇത് ഇവിടെ കത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. റേറ്റ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കൊടുത്താൽ മതിയായിരിക്കും. നമ്മളിപ്പോൾ അഡൽകോഫനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹായ്, അത് കൊള്ളാമല്ലോ. ഒന്ന് നിർത്തി. ഇവിടെ ഒരു വൈബ്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സ്പോട്ട്. ചെറിയൊരു പാലം. അപ്പുറത്ത് 2-3 കുതിരകളെ കാണാം. ആ വീട്ടുകാർ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ ആപ്പിള് ഉണ്ടായി നിൽപ്പുണ്ട്. ഒരു ചെറിയ ചാല് പോലെ ഒഴുകുന്നുണ്ട്. ആക്ച്വലി ഇവിടുന്ന് അങ്ങോട്ട് സൈക്കിള് പോകാൻ പറ്റത്തില്ല, ബിക്കോസ് റോഡില്ല. അതുകൊണ്ടാണ് ഈ ഒരു സിമ്പൽ കാണിച്ചേക്കുന്നത്. വണ്ടിയൊന്നുമില്ല. അഡൽകോഫൻ 6 കിലോമീറ്റർ ഉണ്ട്. നല്ല കലക്കൻ റോഡ്. ഫുള്ള് പൈൻ ഫോറസ്റ്റുകൾ. ഒരു സൈക്കിൾ റൂട്ട്, അപ്പുറത്തൂടെ മെയിൻ റോഡ്. ഇതിനു മുന്നേ ഒരു തവണ ഞാൻ അഡൽകോഫനിൽ വന്നിട്ടുണ്ട്. വന്നപ്പം ആക്ച്വലി ഞങ്ങൾ ഈ റോഡ് മുഴുവൻ നടന്നാണ് വന്നത്. അതെന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾ ലോങ് ഒന്നും പോയില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സൈക്കിളൊന്ന് നിർത്തി ഈ ഭംഗി ഒന്ന് കാണുക. അവിടെ ഒരു വിൻഡ് മില്ല് കാണാം. റോഡിൽ കൂടെ വണ്ടി പോകുന്നു. ദേ ഇവിടെ കിടക്കുന്നുണ്ടോ, നല്ല പച്ച വിരിച്ച് കിടക്കുന്ന നല്ല കലക്കൻ, എന്താ പറയുക, ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ്. പിന്നെ ഇവിടെ ആ വീടുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല അടിപൊളിയായിട്ട് ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ മുകളിൽ വീട് നിൽക്കുമ്പം ഭയങ്കര ഭംഗിയാണ്. ഇതുപോലെ പച്ച വിരിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ കാണുമ്പം തന്നെ നമുക്കുള്ളിലൊരു ഉള്ളിലൊരു സന്തോഷം വരും. ഇവിടെ 27 ഡിഗ്രിയാണ് ഇന്നത്തെ ചൂട് വരുന്നത്. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ ഇച്ചിരി ശക്തമായിട്ടുള്ള ചൂടാണ്. കാരണം നമ്മൾ ഉരുകിപ്പോവും. ഇപ്പം നോക്കുമ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്താ പറയുക, നമ്മളിങ്ങനെ പുഴുങ്ങത്തില്ലേ. അതെ, വെയിലില്ലെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ വെയിൽ വന്നു. ആക്ച്വലി നേരെയാണ് നമുക്ക് അഡൽകോഫൻ പോകേണ്ടത്. എനിക്ക് ആ വഴി ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ആ വഴി ഞാൻ പോയിട്ടില്ല. സൈക്കിൾ റൂട്ടൊന്നുമില്ല. ഗ്രീസൻ എന്നും പറഞ്ഞിട്ട് ഈ എൻകോഫൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ 1 കിലോമീറ്റർ പോയാൽ മതി. അവിടോട്ടൊന്ന് പോയി നോക്കാം. സൈക്കിൾ റൂട്ടൊന്നുമില്ല. ഈ റോഡൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ റോഡ് പോലെ തന്നെയുണ്ട്. കുട്ടിക്കാനം പോകുന്ന പോലെ തന്നെയുണ്ട്. ഒരു വ്യത്യാസമില്ല. അപ്പുറത്തോടാണ് നാട്ടിൽ ഓടിക്കുന്നത്, ഇപ്പുറത്തോടാണ് ഇവിടെ ഓടിക്കുന്നത്. ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ.
നേരെ പോകുമ്പോൾ ഒരു സിറ്റി. സിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വില്ലേജ് എന്ന് വേണേൽ പറയാം. പക്ഷേ നല്ല റിച്ച് വില്ലേജ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ജെൻകോഫനിലെത്തി. ജർമ്മനിൽ പറയുമ്പോൾ എൻകോഫൻ. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനൊരു പേര് തന്നെ കേൾക്കുന്നത്. ഇവിടുത്തെ ഒരു സ്കൂൾ ബസ്സിൻ്റെ പിള്ളേർക്ക് കയറാൻ വേണ്ടിയുള്ള ബസ് സ്റ്റോപ്പാണ്, സ്കൂൾ ബസ് സ്റ്റോപ്പാണിത്. ഇങ്ങനെ നമുക്ക് പല സ്ഥലത്ത് കാണാം. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് 23 എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അഡൽകോഫൻ്റെ എൻ്റെ ഒരു മാപ്പുണ്ട്. ഇപ്പം നമ്മൾ യാക്കോഫൻ എവിടെയാണ്? ഹിയർ, ഇവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ പ്രകാരം അഡൽകോഫനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഈ കണ്ടോ, ഈ ചർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അടുത്ത അഡൽകോഫനിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു വെതറാണ്, വെയിലുണ്ട്, എന്നാൽ വിൻഡിന് നല്ല തണുപ്പാണ്. ഇവിടുന്ന് നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ആ സൈക്കിൾ റോട്ടിൽ ചാടണം. സീനില്ല, രണ്ട് സൈഡും നോക്കി നമുക്കങ്ങ് പോവാം. വീണ്ടും നമ്മൾ വന്ന വഴി തന്നെ ജോയിൻ ആയേക്കാണ്. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ ഞാൻ പോകാത്തൊരു വഴിയാണ്, അപ്പോൾ അത് ഒന്ന് പോകാൻ പറ്റിയല്ലോ. ഐ എം ഹാപ്പി. ഇനിയുമുണ്ട് ഒരു 2-2.5 കിലോമീറ്റർ അഡൽകോഫനിലേക്ക്. ഒരു തണൽ കിട്ടി. അമ്മേ, നൈസ്. ആ വിൻഡ്മില്ല് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. കാറുകളൊക്കെ ചീറി പാഞ്ഞാണ് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഡൽകോഫൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു പാടത്തിൻ്റെ സൈഡിലായിട്ടൊരു തണൽ കണ്ട് ഞാൻ ഇവിടെ കയറി നിന്നതാണ്. ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കരിച്ചോണ്ട് പോകുന്ന പോലത്തെ വെയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് മാറി ഒന്ന് നിൽക്കുവാണ്. ഏതായാലും ഞാൻ ഈ ഡീവിയേഷൻ എടുത്തു. എങ്കിൽ പിന്നെ ഈ ഏരിയ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ 1-2 ബിൽഡിങ്സ് കാണാം, പിന്നെ ഒരു ചെറിയൊരു കോൺക്രീറ്റ് റോഡ്. അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം ചോളം സീസണാണെന്ന് തോന്നുന്നു. അതാ എവിടെ പോയാലും ചോളത്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെയുള്ള വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി ഇത് എങ്ങോട്ട് എത്തുമെന്നോ എവിടെ എത്തുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ആക്ച്വലി ഇതല്ല നമ്മുടെ റോഡ്. നമ്മൾ ആക്ച്വലി അഡൽകോഫലിലോട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ എവിടെ ചെന്ന് എത്തുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാനിത് മുന്നേ ഫുള്ള് കവർ ചെയ്യാനും പോകുന്നില്ല, കുറച്ച് പോയിട്ട് വരാനായിട്ടുള്ളൊരു പ്ലാനാണ്. ഇവിടെ ഞാൻ എവിടെയോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിലെ ഞാൻ മൈ ഗോഡ്, ഇത് സൈഡ്കോഫനല്ലേ? അതെ, കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിട്ടുണ്ട്. പോളി, ഇങ്ങനെ ഒരു വഴി സൈഡ്കോഫനിലോട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കൊള്ളാം. ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് രേഷ്മയും കൂടെ. രേഷ്മ താമസിച്ചുകൊണ്ടിരുന്ന ഇവിടെ അടുത്തായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ നേരത്ത് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി രേഷ്മയുടെ കൂട്ടത്തിൽ ഞാനും വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അങ്ങനെ ഇതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ സൈഡ്കോഫിന് എത്തുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കൊള്ളാം. അങ്ങനെ ആക്ച്വലി ഞാൻ സൈഡ്കോഫനിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. കാരണം നമ്മളിപ്പം പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത് അഡൽകോഫനാണ്.
അടുത്തൊരു വീഡിയോയിൽ ഞാൻ എപ്പോഴെങ്കിലും സൈഡ്സ്കോഫിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി കാണിക്കാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ തിരിച്ച് അഡൽകോഫനിലോട്ട് തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അഡൽകോഫൻ വരെ 1 കിലോമീറ്റർ അല്ല, ആക്ച്വലി ഇവിടുന്ന് ഇനി 2 കിലോമീറ്റർ ഉണ്ട്. സൈക്കിളിൽ പോകാനാണ്, ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ് എടുക്കും. Turn left. സ്കൂൾ പിള്ളേരുടെ ഒരു ഇതായിരുന്നു, ലൈക്ക് സ്കൂൾ ബസ് നിർത്തുന്ന ഒരു സ്ഥലമാണ്. മുമ്പേ കണ്ട ആ ഒരു സ്ഥലത്തും ഇതുപോലെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു സ്കൂൾ ബസ്സിനായിട്ട്. ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് അഡൽകോഫനിലോട്ട് പോകണം. ഓ ഗോഡ്, ഇറക്കം കിട്ടിയിരിക്കുവാണ്. സന്തോഷം, സമാധാനം. ഹായ്, പൊളി. കയറ്റം, ഒരിറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയറ്റം. കൊള്ളാം, സീനില്ല. നമുക്ക് ഏതായാലും കയറ്റാം. നമ്മളേതായാലും അഡൽകോഫനിലോട്ട് എത്താൻ പോവുകയാണ്. കൂടി പോയ 1 കിലോമീറ്ററോടെ കാണും. കണ്ടോ എന്ത് വൈബാ, വഴിയുണ്ടോ, നല്ല രസം. നമ്മൾ ഈ വഴിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തു. ഫ്രണ്ടിൽ മുഴുവൻ പാടം, ഫുള്ള് പാടം. ഇതിലെ ആ വഴി വരുന്ന വരവും അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. നോക്കി, നല്ല ഭംഗി. ആക്ച്വലി ഇത് മുഴുവൻ കൊയ്തെടുത്തിട്ട് പോയി. എന്നിരുന്നാലും ആ കിടക്കുന്ന കിടപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയാണ് ചോളത്തോട്ടം. വിഷ്വൽ ബ്യൂട്ടിയാണ്, അടിപൊളി സ്ഥലങ്ങളാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഗുൻസ്കോഫൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നല്ല ഇറക്കം കിടക്കുന്നത്. ഇറക്കം ഇറങ്ങിയിട്ട് തിരിച്ച് ഞാൻ കയറുമ്പോൾ ഞാൻ ചത്തു. ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് ഡെസ്റ്റിനേഷനിലോട്ട് ആദ്യം പോവാം. ആദ്യം നമുക്ക് അഡൽകോഫൻ. ഈ താഴത്ത് മൊത്തം വാടാമല്ലി പൂത്ത് നിൽപ്പുണ്ട്. ഏരിയ മുഴുവൻ വാടാമല്ലി തോട്ടങ്ങളാണ്. തോട്ടമല്ല, വാടാമല്ലി ഇല്ലേ നമ്മുടെ നാട്ടിലെ, അത് നോക്കിയേ. അങ്ങ് ദൂരെ അവിടെ ആ സ്ഥലം മുഴുവൻ വാടാമല്ലിയായിട്ട് കിടക്കുക. സൈക്കിൾ റൂട്ട് എൻഡ് ആവുക. അവിടെ എൻ്റെ ഒന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ അപ്പുറത്തേലോട്ട് കയറണം. നമ്മൾ ആദ്യം അവിടുന്ന് വന്നപ്പോൾ നമ്മൾ ഇപ്പുറത്തേലോട്ട് ചാടിയായിരുന്നു. ഇനി ഇവിടുന്ന് അപ്പുറത്തേലോട്ട് ചാടണം. അതിന് മുന്നേ വണ്ടിയൊന്നുമില്ല. നമ്മൾ നൈസായിട്ട് ഇപ്പുറത്തെ വഴി കയറി. എന്തോ കൃഷി ഇവിടെ ഉണ്ട്. എനിക്ക് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ അഡൽകോഫൻ സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ബേക്കറി കാണാം. ഈശോയുടെ ഒരു പടം വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി അഡൽകോഫൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു ലൊക്കേഷനിലാണ് എത്തിയേക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുമ്മാ അഡൽകോഫൻ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം വരുന്നത് ഈ മനോഹരമായിട്ടുള്ള എന്ത് ബ്യൂട്ടിയാ പള്ളി. ഈ പള്ളിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യമേ കിട്ടുന്നത്. ഈ പള്ളി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. വേണ്ട, ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തേക്കാം.
ചർച്ചിലേക്ക് കയറുകയാണ്. മൈ ഗോഡ്, എന്ത് ബ്യൂട്ടിയാ അല്ലേ. ആക്ച്വലി ഈ പള്ളി 2 നിലയാണ്, 1, 2 പിന്നെ ഗോപുരവും കൂടെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് പള്ളിക്കകത്തോട്ടൊന്ന് കയറി നോക്കാം. ആൾക്കാരിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ഇതാണ് അഡൽകോഫൻ ചർച്ച്. ഇതിൻ്റെ മേളിലോട്ട് ഉണ്ട്, പക്ഷെ അവിടെ പൂട്ടിയിട്ടേക്കും, അങ്ങോട്ട് കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കുർബാന പുസ്തകം. ജർമ്മനാണ്. ഇവരിങ്ങനെ നോട്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇത് വെച്ചിട്ടാണ് അവർ. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഈ നമ്പർ ഡിസ്പ്ലേ ചെയ്യും, ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ ആ പേജ് എടുത്തിട്ട് നമ്മളിത് ചെല്ലണം. അങ്ങനെ നമുക്ക് താഴോട്ടിറങ്ങാം. ഇവിടെ പിന്നെ ഷൂ ഇട്ടൊന്നും പള്ളിയിൽ കയറിയാൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഉള്ളത് അഡൽകോഫൻ ചർച്ചിനകത്താണ്. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് പറയും. ഇവിടുത്തെ കൊത്തുപണികളും ഇവിടുത്തെ വർക്കും ആർട്സ് ഭയങ്കര അടിപൊളിയാണ്. ഞാനേതായാലും ഇത് മുഴുവൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്കി, എന്താ അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ആ ഒരു ആർട്ട് സെറ്റാക്കിയേക്കുന്നത്. കെടാവിളക്ക് അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്, ഈശോയുടെ പടം. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് മാമോദീസ തൊട്ടി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പിള്ളേരുടെ എന്തോ വർക്കോ എന്തെങ്കിലും ആയിരിക്കണം. അവർ ഈ പള്ളിയുടെ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ പള്ളി. ഇതൊരു പോസ്റ്റ് കാർഡാണ്. അതുപോലെ തന്നെ ഇവിടെ നൈസായിട്ടുള്ള പോസ്റ്റ് കാർഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് അഡൽകോഫൻ ചർച്ചിനുള്ളിലുള്ള കാര്യങ്ങൾ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ചർച്ചാണ്. ഇവിടെ ഒരു ബെഞ്ചുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുകയാണ് പള്ളിക്ക് മുന്നിലുള്ള. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ സ്ഥലത്തിനെ തന്നെ മൊത്തത്തിൽ നോക്കിയേ, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന പോലെയല്ല ഇത്. കിടിലനാ. പിന്നെ ഞാനിവിടെ കണ്ട വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ പള്ളിക്ക് ചുറ്റിനും കുറേ ആൾക്കാരെ അടക്കിയിട്ടുണ്ട്. ഇത് കണ്ട ഇങ്ങനെയൊക്കെ എലിസബത്ത് ഓട്ടിലിൻ മരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ RIP എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത ആൾ, അവിടെ അടുത്ത ആൾ, ഇവിടെ ഇങ്ങനെ നോക്കിയേ, കണ്ട ഇങ്ങനെ പള്ളിക്ക് ചുറ്റുമുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ അതേ ഉണ്ടോ, 24 ജൂലൈ 1827 അത്ര പഴയ പള്ളിയാണ്.
ഇവിടെ ഒരു ചെറിയൊരു തണൽമരമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നൈസാണ് അഡൽകോഫൻ. നല്ല മഴ വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കറിയത്തില്ല എന്താ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരും. ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിയുടെ അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 20 മീറ്റർ ഇപ്പുറത്താണ്. അപ്പോൾ ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് നമുക്കിവിടെ ബിറ്റ്മാൻ്റെയും ബിയർ ഗാർഡൻ കാണാം. അതായത് ഈ പള്ളിയുടെ ഇത്ര അടുത്താണ് ഈ ബിയർ ഗാർഡൻ വരുന്നത്. കണ്ട ഫുള്ള് ബിയർ ഉള്ളിലിരിക്കുന്ന കാണാം. അതുപോലെ തന്നെ ഇവിടെ 2 സിഗരറ്റ് വെൻഡിങ് മെഷീൻസ് ഉണ്ട്. ഇത് ഐ തിങ്ക് ഇതൊക്കെ ആക്റ്റീവ് ആയിരിക്കും. നോക്കാം. അതെ, മാൾബ്രോ ഗോൾഡ് 10 യൂറോ. അതുപോലെ തന്നെ ഇവിടെ അടുത്തും ഒരു സിഗരറ്റ് വെൻഡിങ് മെഷീൻ കാണാം. ഇതിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ സിഗരറ്റ്സിൻ്റെ ഇതുണ്ട്. ഇവിടെ അടിപൊളിയായിട്ട് പൂക്കളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയേ പള്ളി ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. പിന്നെ ഇതാണ് ഇവിടുത്തെ റാത്ത് ഹൗസ്, അഡൽകോഫൻ റാത്ത് ഹൗസ്. ചെറിയൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചുറ്റളവിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ചെറിയ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് റാത്ത് ഹൗസിൻ്റെ സൈഡിൽ പൂക്കളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു എഡേക്ക സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് അഡൽകോഫൻ എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്നത് ഈ അഡൽകോഫനിലെ മെയിൻ ബസ് സ്റ്റോപ്പാണ്. ഇത് കണ്ടോ, ഈ H സിമ്പിളുള്ളതാണ് ബസ് സ്റ്റോപ്പിന് വരുന്നത്. ആക്ച്വലി ഇത് അറ്റ് എ ടൈം ബസ് സ്റ്റോപ്പാണ്, അതുപോലെ തന്നെ ഒരു ലൈബ്രറിയാണ്. നമുക്ക് ഇവിടുന്ന് ബുക്സ് എടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് തിരിച്ചു കൊണ്ട് വെച്ചാൽ മതി. കണ്ടോ, ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. പിന്നെ അതേപോലെ ഇതിലെ കൂടെ പോകുന്ന ബസ്സിൻ്റെ ടൈമിങ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജർമ്മനൊക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ കിഡ്സിൻ്റെ ഒക്കെ ടൈപ്പ് ബുക്കുകളൊക്കെ വായിക്കുവാണെങ്കിൽ നമ്മളങ്ങനെയാണല്ലോ, ചെറിയ രീതിയിൽ നിന്ന് മുന്നോട്ട് കയറാൻ പറ്റും. ഏതായാലും അഡൽകോഫനിലെ ബസ് സ്റ്റോപ്പ് വിത്ത് ലൈബ്രറി, അതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത്. നല്ലതല്ലേ, നല്ലൊരു വൈബല്ലേ ഇത്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ സ്കൂൾ കുട്ടികളുടെ ഒരു ബസ് സ്റ്റോപ്പിനകത്താണ്. കാര്യം ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കയറി നിന്നതാണ്. ഇനിയിപ്പോൾ മഴ മാറിയിട്ട് ഞാൻ തിരിച്ച് ഡോമിലോട്ട് പോകും. അപ്പം യൂറോപ്പിലെയും ജർമ്മനിയുടെയും ലാൻഡ്സ്ഹുട്ടിൻ്റെയും കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.